മനോഹരമായ ചിരി മാത്രമല്ല, ആരോഗ്യത്തിന്റെ കണ്ണാടിയാണ് പല്ലുകൾ. ദന്ത സംരക്ഷണത്തിന്റെ ഒരേയൊരു ഡോക്ടർ, ദമ്പതി ഹെർബൽ പൗഡർ, എസ് ആയുർവേദിക്സ്, മുല്ലശ്ശേരി. ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംബേദ്കർ സെറ്റിൽമെന്റ് വികസന പദ്ധതിയുടെ ഭാഗമായി കളപ്പാറ ഉന്നതിയിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. പട്ടികവർഗ വികസന വകുപ്പ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംബേദ്കർ സെറ്റിൽമെന്റ് വികസന പദ്ധതിയുടെ ഭാഗമായി കളപ്പാറ ഉന്നതിയിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. കളപ്പാറ ഉന്നതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തരം പദ്ധതികളെല്ലാം നമ്മൾ നടപ്പിലാക്കുന്നത്. അങ്ങനെ നടപ്പിലാക്കുന്ന പദ്ധതികൾ കാലവിളംബം കൂടാതെ നടപ്പിലാക്കുക എന്നതായിരിക്കും നമ്മുടെ ലക്ഷ്യം. അതായത് പദ്ധതി ഇതിൻ്റെ കാലതാമസം പലപ്പോഴും ആ പദ്ധതികൾ തന്നെ പൂർത്തീകരിക്കുന്ന തടസ്സമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാലതാമസം ഒഴിവാക്കിക്കൊണ്ട് പദ്ധതികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നമുക്ക് വേണ്ടത്. അതിന് കഴിയട്ടെ എന്നാണ് ഈ സമൂഹത്തിൽ എനിക്ക് പറയാനുള്ളത്. കുറച്ച് താമസം നേരിട്ടെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഇത് വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ റോഡുകൾ നന്നാക്കുക, ഈ പ്രദേശത്തേക്ക് വരുന്ന റോഡുകൾ നന്നാക്കുക, അതോടൊപ്പം തന്നെ വൈദ്യുതി എല്ലാവർക്കും ലഭ്യമാക്കുക, വെള്ളം എല്ലാവർക്കും ലഭ്യമാക്കുക, നിലവിലുള്ള പാത്രങ്ങളുടെ സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള ഇടപെടൽ, അതുപോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക, കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടാക്കുക, പല കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത നല്ലപോലെ ഈ പ്രദേശത്തുള്ള ആളുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ മുകളിലാണ് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു കേന്ദ്രം സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടില്ല എന്നുള്ള തോന്നൽ രക്ഷകർത്താക്കൾക്ക് ഉണ്ടാകണം. രക്ഷകർത്താക്കൾക്ക് ആ തോന്നലില്ലാത്തവർക്കും. ചേലക്കര MLA യുവ പ്രദീപ് അധ്യക്ഷനായി. നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വർദ്ധിച്ചു തരണം എന്ന് നിരവധി ആവശ്യങ്ങളായി പലവട്ടം നമ്മളിങ്ങനെ ഉന്നയിക്കാറുണ്ടെങ്കിലും ഗവൺമെന്റിന്റെ നമ്മുടെ പ്രത്യേക സ്കീമുകൾ ഉൾപ്പെടുത്തി നമ്മുടെ കുട്ടികൾ അനുഭവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഭാവി ഒരു നല്ല ഒരു പ്രദേശമായി നമ്മുടെ ഈ പ്രദേശത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി പ്രിയങ്കരനായ മുൻ മന്ത്രിയും നമ്മുടെ MP കൂടിയായ അദ്ദേഹം വന്ന് വളരെ താല്പര്യമെടുത്ത് ഇടപെട്ടാണ് ഗവൺമെന്റിന്റെ ഈ ട്രൈബൽ സെറ്റിൽമെന്റ് സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് വരുന്ന സ്ഥലങ്ങളെല്ലാം നല്ല സൗകര്യത്തോടു കൂടി മാറ്റി തീർക്കാൻ വേണ്ടി ഏകദേശം 1 കോടി രൂപ അതിനുവേണ്ടി നീക്കിവെച്ചു. 1 കോടി എന്ന് പറയുമ്പോൾ ഇക്കാലത്ത് ഡാവറി വിളിക്കും പടി 2 പടി കഴിഞ്ഞ് കഴിയും. അത് എല്ലാവരും അതിൻ്റെ ഒരു അങ്ങനെയാണ് അതിന് നിശ്ചയിച്ചു വെച്ചത്. ഏതായാലും ഈ ചെയ്യുന്ന പണി ആത്മാർത്ഥമായി ഈ പ്രദേശത്തെ ഈ പണം ചെലവഴിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂടെ അഭിപ്രായം ചോദിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇരുന്ന് നിങ്ങളുമായി കൂടി ചർച്ച ചെയ്ത് ബഹുമാനപ്പെട്ട മന്ത്രി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. തൃശൂർ സംസ്ഥാന നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ AM സതീദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷലീൽ, ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ ടീച്ചർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK ശ്രീവിദ്യ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ, സെക്രട്ടറി ജയലക്ഷ്മി, വാർഡ് മെമ്പർ PC മണികണ്ഠൻ, ഊരുമൂപ്പൻ K സുരേഷ്, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഹെറാൾഡ് ജോൺ, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ സവിത P ജോയ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കളപ്പാറ ഉന്നതിയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് സമഗ്ര കുടിവെള്ള പദ്ധതി, കമ്മ്യൂണിറ്റി ഹാൾ, ചുറ്റുമതിൽ, കമ്മ്യൂണിറ്റി ഹാൾ കിച്ചൺ നിർമ്മാണം, പഠനമുറി നിർമ്മാണം, ഭവന നവീകരണം, മിനിമാസ് ലൈറ്റ് തുടങ്ങിയ പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. CCV ന്യൂസ്, ചേലക്കര.